നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ ആശയവിനിമയ സംവിധാനമായ പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ താൽപര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്നും വി.കെ. ശ്രീകണ്ഠൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ടെന്ന കെ.ഡി. പ്രസേനൻ MLA. വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത കൂടി കുട്ടികൾ വളർത്തിയെടുക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണമെന്നും കെ.ഡി. പ്രസേനൻ. മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന പ്രചരണം വ്യാജമാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. പുതിയ KPCC നേതൃത്വം എതിരാളികളിൽ ഭയപ്പാട് ഉളവാക്കിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖല ഉൾപ്പെടെ ശക്തമായ ആശയവിനിമയ സംവിധാനമായ പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ENPO സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഓരോ പോസ്റ്റ് ഓഫീസിലും ഓരോ പിൻകോഡും നിങ്ങൾക്കറിയാം. അത് കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം ഓരോ പോസ്റ്റ് ഓഫീസിന്റെയും മേഖലകൾ. ഏറ്റവും ഗ്രാമീണ മേഖലയിൽ, ഉൾപ്രദേശത്ത്, കാടുകളിൽ അല്പം 10-25 ആളുകൾ കുടുംബം താമസിക്കുന്നിടത്ത് പോലും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ കണക്ടിവിറ്റി ഗ്രാമങ്ങളിലേക്ക് ഏറ്റവും അർത്ഥവത്തായി വ്യാപിപ്പിച്ചത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ്. 5 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സേവന മേഖലയാണ് തപാൽ മേഖല. ആ 5 ലക്ഷം പേരും പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ മഹത്തായ ബൃഹത്തായ ശൃംഖലയാണ് കേന്ദ്രീകൃതമാക്കിയും അടച്ചുകൊണ്ടിയും അപരിഷ്കൃതമായുള്ള നടപടികളെടുത്തും തകർക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ താൽപര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. മുൻ MP V.S. വിജയരാഘവൻ, K. അപ്പു, V. രാമചന്ദ്രൻ, ശിവാജി വാസിറെഡ്ഡി, N.K. ത്യാഗി, നിസ മുജാവർ, S. സുധീഷ് കുമാർ, K.V. സുധീർ കുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, N.V. വിനോദ് എന്നിവർ സംസാരിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സാമൂഹ്യ സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ടെന്ന് കെ.ഡി. പ്രസേനൻ MLA. വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും മറ്റ് പഠനോപകരണ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ചേർന്നില്ല നിരന്തരമായി ഒരു പ്രത്യേക തരം വരെയുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്തില്ല. അപ്പോൾ അപ്പർ പ്രൈമറി മുതൽ അല്ലെങ്കിൽ ലോവർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണോ അതെല്ലാം ഒരുക്കുക എന്നതാണ് അതിലൂടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ പഠനമുറികൾ ഇത്തരം സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ട് ലക്ഷക്കണക്കിൽ വരുന്ന വീടുകളോടനുബന്ധിച്ചുകൊണ്ട് പഠനമുറികൾ സ്ഥാപിച്ചു കൊടുക്കാനുണ്ട്. എന്നാൽ പൊതുപഠനത്തിന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിന് ഏറ്റവും ഗുണകരമാവുക ലാപ്ടോപ്പുകളായിരിക്കും, കമ്പ്യൂട്ടറുകളായിരിക്കും. സ്വാഭാവികമായി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ കാലത്ത് ഇത്തരം ഡിജിറ്റൽ ഡിവൈസുകൾ വാങ്ങാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്ത രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ ഇത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനോപകരണ പദ്ധതികളിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം ഏർപ്പെടുത്തി. വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത കൂടി കുട്ടികളിൽ വളർത്തിയെടുക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണമെന്നും കെ.ഡി. പ്രസേനൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് KL രമേശ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P. ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH സൈതാലി, വണ്ടാഴി CVM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക M. ജയന്തി, P. ശശികുമാർ, സുബിത, മുരളീധരൻ, S. ഷക്കീർ, സുജിത, രാവുണ്ണി, വിനു, രമണി, കേശവൻകുട്ടി എന്നിവർ സംസാരിച്ചു. മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോകുമെന്ന പ്രചരണം വ്യാജമാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി പുതിയ തെരഞ്ഞെടുപ്പുകളെയും പുതിയ സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നല്ല ഒരു ടീമിനെയാണ്
KPCCക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതരാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവേശഭരിതരാണ്. ഈ ഒരു നേതൃത്വം പ്രത്യേകിച്ച് വളരെ യങ് ആയിട്ടുള്ള, എന്നാൽ വളരെ ഇലക്ഷൻ മാനേജ്മെന്റ് സ്കില്ലുള്ള, ജനകീയരായിട്ടുള്ള നല്ല നേതൃത്വത്തെ തന്നെയാണ് AICC നിയോഗിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് എല്ലാവരും വളരെ ആവേശഭരിതരാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എതിരാളികൾ വലിയ ആശങ്കയിലാണ്. CPM-ഉം BJP-യും വലിയ ആശങ്കയിലാണ്. അപ്പം അവർ പ്രതീക്ഷിച്ച പലതും ഉണ്ടായില്ല എന്നുള്ള ആശങ്കയായിരിക്കാം. പുതിയ KPCC നേതൃത്വം എതിരാളികളിൽ ഭയപ്പാട് ഉളവാക്കിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസ് വിടുമെന്ന തരത്തിൽ തന്നെക്കുറിച്ച് വരുന്ന പ്രചരണങ്ങൾ വ്യാജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ഇടങ്ങളിൽ കോഴി പിടിക്കാനെത്തിയ മൂർഖന്മാർ പിടിയിലായി. കോഴികളെ പിടിക്കാനെത്തിയത് കിഴക്കഞ്ചേരി പനംകുറ്റിയിലും കാവശ്ശേരിയിലും. കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ കഴിഞ്ഞ ദിവസമാണ് വമ്പൻ മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. പോലീസുകാരൻ സനലിന്റെ വീട്ടിലെ കോഴിക്കോടിന്റെ അകത്ത് കയറി കോഴിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കോഴികൾ ബഹളം വെച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉടൻ വനംവകുപ്പ് വാച്ചർ മുഹമ്മദ് അലിയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മുഹമ്മദ് അലി എത്തി പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കി വനംവകുപ്പിന് കൈമാറി. പിടികൂടിയ മൂർഖന് 10 വയസ്സിലധികം പ്രായം വരുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. സാധനം ആയി. കാവശ്ശേരിയിൽ മാടമ്പിക്കാട് കൃഷ്ണകുമാറിന്റെ വീട്ടിലെ കോഴിക്കൂടിനകത്ത് പട്ടാപ്പകലാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. അടവിരിയിക്കാൻ വെച്ച 7ഓളം മുട്ടകൾ പാമ്പ് അകത്താക്കിയിരുന്നു. കോഴിയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ നോക്കിയത്. വനംവകുപ്പിന് വിവരമറിയിച്ചു. ഇവിടെയും വനംവകുപ്പ് വാച്ചർ മുഹമ്മദ് അലി എത്തി പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. ഇവിടെ നിന്നും പിടികൂടിയത് പെൺവർഗത്തിൽപ്പെട്ട മൂർഖൻ പാമ്പാണെന്നും മുഹമ്മദ് അലി പറഞ്ഞു. കിഴക്കഞ്ചേരി പനംകുറ്റി പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം നടന്നു. വടക്കഞ്ചേരി CI KP ബെന്നി ഉദ്ഘാടനം ചെയ്തു. എവിടെയെല്ലാം ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യ പശ്ചാത്തലത്തിലേക്ക് അതിൻ്റെ എല്ലാം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഘടകം ഈ ലഹരി ഉപയോഗത്തിൻ്റെ അതിപ്രസരമാണ്. നമ്മൾക്ക് ചെയ്യാനാകുന്ന ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള യുവാക്കളെ നമ്മൾ മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ സമൂഹം അതിന് ബാധ്യസ്ഥരാണ്. ഒരു പോലീസ് വിഭാഗം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇന്നത്തെ യുവാക്കളിൽ പലരും പണത്തെ മോഹിച്ചുകൊണ്ട് ഇത് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഡീലർമാരാകുന്ന യുവാക്കളുണ്ട്. NE എൽദോസ് അധ്യക്ഷനായിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ സതീഷ്, നാടൻപാട്ട് കലാകാരൻ മണിത്താമര, C അരുൺ, ബോബൻ ജോർജ്, P ഗംഗാധരൻ, മോഹനൻ പള്ളിക്കാട്, MV ഏലിയാസ്, KA അജീഷ്, KJ ജോഫി എന്നിവർ സംസാരിച്ചു. അന്ന് ചെയ്തിരുന്ന ശബ്ദം ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് ഇങ്ങനെയായിരിക്കാം. അറിയാമോ, നിനക്ക് ബദലാളിയെ ഭയങ്കര കടിച്ചുവെക്കാറുണ്ട്. ദൈവത്തിന്റെ കുട്ടികൾ കൂട്ടിക്കാട്ടിക്കൊണ്ടുന്ന കൊലാഹലങ്ങൾക്ക് നിയമസഭയിൽ ഉത്തരം പറയേണ്ടത് ഞാനാ. ലാസറെ പറ്റിക്കില്ലേ അവരെ തട്ടിലേക്ക്. ഈ ജനാർദ്ദനെ മറന്ന് ഇപ്പം മനസ്സിലോടിയെന്ന ജനാർദ്ദനൻ കൊമേഡിയനാണ്. അദ്ദേഹം പറയുന്നത് സത്യാവേ അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് എത്താ പേര്. പെട്ടെന്ന് മനസ്സിൽ നമുക്ക് ഇന്നസെന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തൃശ്ശൂർ ഭാഷയാണ്. ഞാൻ തൃശ്ശൂർക്കാരനായത് ആണ്. അപ്പൊ ആ തൃശ്ശൂർ ഭാഷയ്ക്ക് വലിയൊരു സൗന്ദര്യം കൊടുത്ത ഒരു നടനാണ്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ശരിക്കും കുട്ടിക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്താ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ടായില്ല. ഇവനുണ്ടായില്ല, ഇവന്റെ ചിരി ഉണ്ടായില്ല.
ഈ തീയന്റെ കൂടെ ആണെങ്കിൽ ആടുട്ടാ ഇന്നലെ ആടി മറ്റന്നാടും അറിയില്ല. രാഘവോ ദാസപ്പോ ഈ തടി സാമാനങ്ങൾ രണ്ട് വലിയ അത്രയിൽ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്തോ ചിന്ന നീ എന്താ ഈ കാണിക്കണേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് ശ്രീദേവി നോക്കുന്നു. പാലക്കാട് ശേഖരീപുരം കോഴിക്കോട് ബൈപ്പാസ് കൽമണ്ഡപത്തിൽ വാഹനാപകടം. പാലക്കാട് നിന്നും ഒലവക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലോറി കാറിന് പിന്നിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന ആദ്യ റെയിൽവേ സെക്ഷനാകാൻ ഷൊർണൂർ കണ്ണൂർ പാത. ഷൊർണൂർ മുതൽ മംഗളൂരു വരെ 130 കിലോമീറ്റർ ആക്കാൻ കഴിയുമെങ്കിലും താരതമ്യേന വളവുകൾ കുറഞ്ഞ ഭാഗമെന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ വരെയുള്ള 176 കിലോമീറ്റർ പാതയിലെ വേഗം വർദ്ധിപ്പിക്കുന്നത്. ഡിസംബറിന് മുമ്പ് പണികൾ പൂർത്തിയാക്കാൻ പാലക്കാട് ഡിവിഷന് ദക്ഷിണ റെയിൽവേ നിർദ്ദേശം നൽകി. 2023 ഏപ്രിലാണ് കേരളത്തിലെ റെയിൽവേ പാതകളുടെ വേഗം കൂട്ടുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്.